ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ബസൂക്കയുടെ ബുക്കിംഗ് കുതിക്കുന്നു. മണിക്കൂറിൽ 1400 മുകളിലുള്ള ടിക്കറ്റുകളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ഇറങ്ങാൻ ഇനി ഒരു ദിവസം കൂടെ മാത്രം ബാക്കി നിൽക്കുകയാണ്. അതിനിടയിൽ പ്രീ സെയിൽ 2 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ 70 ലക്ഷം രൂപയോളം കടന്നു എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ ലഭ്യമായ റിപ്പോർട്ടുകൾ. ഒരു പക്ഷേ ഈ ഒരു സമയത്ത് അതിനൊക്കെ മുകളിലെത്തിയിരിക്കാം. കാരണം ഇതൊരു 5 മണിക്ക് ശേഷമുള്ള റിപ്പോർട്ടുകളാണ്. അതിന് ശേഷമുള്ള അപ്ഡേറ്റുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനോടകം നമുക്ക് കാണാൻ കഴിയുന്നു 102 മുകളിലുള്ള ഷോകളാണ് ഡേ 1 UAE ബോക്സ് ഓഫീസിൽ, അതായത് വോക്സ് സിനിമാസിൽ മാത്രമായിട്ട് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ മൊത്തത്തിൽ 180 മുകളിലുള്ള ഷോകളുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയും. അവിടെയൊക്കെ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് മറ്റൊരു കാര്യമായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ബസൂക്ക എന്തായാലും ഒരു മികച്ച ചിത്രമായിരിക്കും എന്നുള്ളത് തന്നെയാണ് അണിയറയിൽ നിന്ന് കിട്ടുന്ന അപ്ഡേറ്റുകൾ. ഇതിനോടകം മറ്റൊരു റെക്കോർഡ് കൂടി സിനിമ എത്തുകയാണ്. 100K ഇൻട്രസ്റ്റ് ബുക്ക് മൈ ഷോയിൽ സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 50-ൽ കിടന്നത് പെട്ടെന്ന് 100Kയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും മമ്മൂട്ടി ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് അധികം നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇല്ലാത്തതെന്നാണ് ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകൾ. എന്തായാലും ബസൂക്ക ഒരു രക്ഷയുമില്ലാത്ത സിനിമ തന്നെ ആയിരിക്കും എന്നുള്ള ഇൻസൈഡ് റിപ്പോർട്ട്. ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് ഒരു നടൻ മലയാളത്തിലില്ല. ഇങ്ങനെയുള്ള സിനിമകൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള നടനും മമ്മൂട്ടി തന്നെയാണ്. ബാക്കി ആരെങ്കിലുമാണ് ഇതിനകത്ത് അഭിനയിക്കുന്നതെങ്കിൽ ഒരു എച്ചുകെട്ടൽ മാത്രമായി തന്നെ നമുക്ക് തോന്നും. എച്ചുകെട്ടൽ പോലെ എന്നല്ല, മാത്രമായിട്ട് തന്നെ തോന്നുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത്ര കൊടൂര സ്റ്റൈലിഷ് ലുക്ക് വരണമെങ്കിൽ ഇന്ത്യക്കകത്ത് ഒരു നടനെ തന്നെ നമുക്കുള്ളൂ, അത് മമ്മൂട്ടി തന്നെയാണ്. എന്തായാലും അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ കുതിച്ച് പായുമ്പോൾ എറണാകുളം കവിതയിൽ ഒരു ഹൗസ്ഫുൾ ഷോ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഫാൻ ഷോ ആണ്. അതുകൂടാതെ പല സ്ഥലങ്ങളിലും, അതേപോലെ സെൻട്രൽ ടാക്കീസ് തൃപ്പൂണിത്തുറ, അവിടെ എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തിരിക്കുന്നു ഒരു ദിവസം മുന്നേ എന്നുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ തീ തുപ്പുന്ന പോലെ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെടും എന്നുള്ളതാണ്. പ്രൊമോഷൻ്റെ വലിയ ഇടിവ് സിനിമയ്ക്കുണ്ട്. ഇത് ഒരു സൂപ്പർ താര ചിത്രമാണോ എന്നുള്ള ആ ഒരു ചിന്ത പോലും നമുക്ക് അതിൻ്റെ പ്രൊമോഷൻ കാണുമ്പോൾ തോന്നിപ്പോകും. എന്താണേലും തകർക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കട്ട കോമ്പറ്റീഷനുമായിട്ടാണ് ഇക്കുറി വിഷു എത്തുന്നത്. അപ്പോൾ കാത്തിരിക്കാം ആരായിരിക്കും ഇതിലെ രാജാവാകാൻ പോകുന്നത് എന്നുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.